കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നു. അടുത്ത മാസം 14-ാം തീയതി വീടും പറമ്പ് ജപ്തിയാ. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല വാര്യരെ. വഴിയൊക്കെ ഉണ്ട്. എന്ത് വഴിയാ? ഈ വാശിയും വൈരാഗ്യവും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നേരെ അങ്ങോട്ട് എന്ന് കാര്യം പറയാം. ആരോടാ? മൂത്ത മോനോട്. അല്ലാതാടാ, അവര് ബുദ്ധിപൂർവ്വമല്ലയോ ശ്രീധരനൊന്നും പറഞ്ഞ് കാറ് തന്നത്. ആ വേലയൊക്കെ മനസ്സിൽ വെച്ചേക്കാം. എന്താടാ വെച്ചിട്ട് പോ. അവനെ ഡോക്ടറാക്കാൻ വേണ്ടി നമ്മൾ കുറെ മുടക്കതില്ലയോ? വഴിയിലിറങ്ങി തെണ്ടിയാലും ശരി, അവന്റെ ഒരു ചില്ലി കാശും എനിക്ക് വേണ്ട. പിന്നുള്ളത് ഉണ്ണികൃഷ്ണന്. അവനാണെ ഉള്ള ജോലിയും കളഞ്ഞിട്ട് മെഴുങ്ങസ്യാന്നും പറഞ്ഞു കുത്തിയിരിക്കുക. അവൻ വിചാരിച്ച എന്തോ മല പറിക്കാനാ. ജോലിയും തൊഴിലും ഒന്നും ഇല്ലെങ്കിൽ ഇനിയിപ്പോ എന്തേലും നടക്കണമെങ്കിൽ അവന് വഴി. അത് തന്നെ അടുത്ത വഴി. CPക്ക് ഒരൊറ്റ മോളല്ലേ ഉള്ളൂ. മകൾക്ക് വേണ്ടി അയാൾ എന്ത് ചെയ്യും? ഈശ്വരപിള്ള ചേട്ടൻ ധൈര്യമായി പോയി അങ്ങോട്ട് സംസാരിക്കാം. ജപ്തി പ്രശ്നം നമുക്ക് പുല്ലുപോലെ പരിഹരിക്കാം. അതിനു മുമ്പ് ഉണ്ണികൃഷ്ണനോടൊരു വാക്ക് ചോദിക്കണ്ടേ? അവനോട് ചോദിക്കാൻ പറയൊന്നും വേണ്ട. ആദ്യം കാര്യം നടത്തുക, പിന്നെ കല്യാണം. ഞാൻ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചവനൊന്നുമല്ല. ഉണ്ണിയെ പോലെ തന്നെ സ്വയം പൊക്കി പറയൊന്നുമല്ല. കുറച്ച് സ്മാർട്ടായിരുന്നു ഞാനും. പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ്, അതിന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നത്തെ ഈ നിലയിലെത്തിയതിൽ ഞാൻ അഹങ്കാരം പറയുകയല്ല. റിയലി ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. എന്ന് വെച്ച് പഴയ എന്നെ ഞാൻ മറക്കില്ല. ഐ മീൻ, ചേട്ടനെയും ഉണ്ണിയെയും ഒക്കെ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ആരുടെ മുമ്പിലും ഇന്നേ വരെ കൈ നീട്ടിട്ടില്ല. കിടപ്പാടം പോകുന്ന കാര്യമായോണ്ടാ. ഉണ്ണി അറിഞ്ഞ അവൻ ആത്മഹത്യ ചെയ്യും. എന്നേക്ക് അഭിമാനി അവനെ. അതുകൊണ്ട് ഇത് സ്ത്രീധനായിട്ട് കരുതണ്ട, കടവാണെന്ന് വിചാരിച്ചാൽ മതി. ഞാനിത് തിരിച്ചു തരും. ഇത് സ്ത്രീധനമല്ല, കടവല്ല. എന്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിന് ഞാൻ നൽകുന്ന ഒരു സഹായമാണ്. എന്നെ വെറുക്കുന്നെങ്കിൽ മാത്രമേ തിരിച്ചു തരാവൂ. ഞാനീ ചെയ്തത് തെറ്റാണ്. പക്ഷെ ഇതിന്റെ പേരിൽ ഒരിക്കലും എന്റെ മോൻ വേദനിക്കാനിടയാകരുത്. ഇന്ന് ഏതാണ്ട് ഒരു കോളത്തെ മട്ടുണ്ടല്ലോ. നീ ഐസ് ക്യൂബ്സ് ഇത് ഓർക്കാപ്പുറത്തൊരു ബിസിനസ് ലക്ക് എന്നല്ലാതെ എന്ത് പറയാനാ. 1 ലക്ഷം രൂപയ്ക്ക് ബിസിനസ് ഉറപ്പിച്ചു, ചെക്കും കൊടുത്തു. ഫോർ യുവർ ഹെൽത്ത് ആൻഡ് പ്രോസ്പെരിറ്റി. 10 ലക്ഷം ചോദിച്ചാലും ഞാൻ കൊടുക്കുമായിരുന്നു, എന്നാലും ലാഭ. റിയലി ഐ ആം പ്രൗഡ് ഓഫ് യു. യു ആർ വെരി വെരി ലക്കി. തുടങ്ങിയപ്പോ തന്നെ നല്ല പൂസായ മട്ടുണ്ടല്ലോ. യു ആർ റൈറ്റ്. ഞാൻ ഇന്ന് നല്ല ഫോമില. എന്നോട് 1 ലക്ഷം രൂപ ചോദിച്ചു. നിന്നെ ഓർത്ത് കണ്ണുമടച്ച് ഞാൻ കൊടുത്തു. നിനക്ക് വേണ്ടി എന്റെ ജീവൻ ചോദിച്ചാലും ഞാൻ കൊടുക്കും. അച്ഛാ, അച്ഛാ, 1 ലക്ഷം രൂപയെ ബാക്കി വല്ല ഉണ്ടെങ്കിൽ താ. വിഷം വാങ്ങിച്ചു തരട്ടെ. നാണവും മാനവും ലെവലേശമുള്ള ഒരുത്തനും ഈ നാറിയ പണി കാണിക്കത്തില്ല. മകന്റെ പേര് പറഞ്ഞ് വിലവേശി ശ്രീധനം വാങ്ങിക്കാൻ പോയിരിക്കുന്നു. പോക്കില്ലാത്തവൻ പോയി തെണ്ടണം, അതിനൊരു അന്തസ്സുണ്ട്. വീടും പറമ്പും നഷ്ടപ്പെട്ട അഭിമാനമുള്ളവൻ തെരുവിലോ കടത്തുന്നതിലോ പോയി കിടക്കണം. എന്നോട് ചോദിക്കാൻ CPയോട് പോയി കാശ് ചോദിക്കാൻ അച്ഛൻ എന്താ അവകാശമുള്ളത്? എന്തുറപ്പം മേലെ അച്ഛൻ കാശ് ചോദിച്ച്? എനിക്ക് അയാളുടെ മോളെ കെട്ടാൻ മനസ്സില്ല. എനിക്ക് വരെ അച്ഛൻ പോയി വേണ്ട പറഞ്ഞാൽ കൂടിപ്പോവും. പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ. ഇനി കാശിന് ആവശ്യം വന്ന് അകത്ത് കിടക്കുന്ന കുഞ്ഞിന് അച്ഛൻ വിൽക്കും. അച്ഛൻ മനസാക്ഷി ഇല്ലാത്തവരാ. അമ്മ ചത്തതിൽ അച്ഛന് നാണം കെട്ടൊരു പങ്കുണ്ട്, അറിയോ? സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ഈ പറയുന്നത്. അച്ഛൻ എന്റെ മുമ്പ് ഇരിക്കുന്ന കാണുമ്പോ എനിക്ക് തികട്ടി വേണ്ട, ഞാനിവിടെ നിന്നാ ശരിയാവില്ല.
കൃഷ്ണ, ഞാൻ പോവുക. പിണങ്ങിയിട്ടോ പരിഭവിച്ചിട്ടോ അല്ല, ഇവിടെ നിൽക്കാൻ വയ്യ. മനഃശാന്തി കിട്ടാൻ എവിടെങ്കിലുമൊക്കെ അലഞ്ഞു തിരിയട്ടെ. ദയവിയെ തന്നെ അന്വേഷിക്കരുത്. എനിക്ക് തിരിച്ചു വരാൻ കഴിയില്ല. എൻ്റെ മോൾക്ക് നീ ചേട്ടൻ മാത്രമല്ല, അച്ഛൻ കൂടെ. എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് നന്മ വരാൻ ഞാൻ പ്രാർത്ഥിക്കും. എവിടെ ആയാലും ജീവനോടെ ഉണ്ടല്ലോ എന്ന് സമാധാനിക്കും. എന്നെങ്കിലും മനസ്സ് മാറുമ്പോൾ കുഞ്ഞിനെ കാണാനെങ്കിലും തിരിച്ചു വരും. വരൂട. ഞാൻ എന്റെ വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു. അച്ഛൻ എന്നെ ഒന്ന് തല്ലിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. എല്ലാം കേട്ടു നിന്നു. എനിക്ക് അച്ഛനെ കാണണം, മാപ്പ് ചോദിക്കണം, അതുകൊണ്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ഇനി പത്രത്തിലൊക്കെ പരസ്യം ചെയ്ത് അതുകൊണ്ടൊട്ട് ഫലമുണ്ടാവില്ല. ഓരെങ്കിൽ പരിഹസിക്കാൻ വേറെ ആൾക്കാരുണ്ടല്ലോ, അവർക്കൊരവസരം കൊടുക്കാന്നല്ലാതെ. വേണ്ടടാ, നമുക്ക് അങ്ങോട്ട് സഹിക്കാം. സഹിച്ചല്ലേ പറ്റൂ. കരയണ്ട കരയണ്ട കരയണ്ട. അയ്യോ കരയണ്ടേ. ആ ദാ ദാ ദാ. ആ ദാ. ദാ ദാ ദാ. വാ 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 വാ. ആ കരയണ്ട കരയണ്ട. അച്ഛനല്ല, ചേട്ടൻ. അച്ഛനല്ല, ചേട്ടൻ. വാ, ചേട്ടൻ. ചേട്ടൻ. അച്ഛനല്ല, ചേട്ടൻ. ചേട്ടൻ. ചേട്ടച്ച 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 ചേട്ടച്ച. കുഞ്ഞിന്റെ കാര്യം തലേ വന്ന് പെട്ടതുപോലെ തന്നെയാ ഇക്കാര്യം. 7-8 കല്യാണങ്ങൾക്കുള്ള സദ്യ ഏറ്റിട്ടാ ഈശ്വരപിള്ള ചേട്ടൻ പൊടിയും തെറ്റിങ്ങ് പോയത്. അപ്പോ ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പോഷം വെച്ചിട്ട് എല്ലാരും എന്നോടാ ചോദിക്കുന്നത് എന്താ വേണ്ടെന്ന്. അപ്പൊ ഉണ്ണി തന്നെ, ചേട്ടത്തിൽ തന്നെ പറ എന്താ വേണ്ടത്. എന്താ വേണ്ടെന്ന് വെച്ചാ എരിശ്ശേരിയുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കാം. അയാളെ ഏർപ്പെടുത്തിയാൽ ശരിയാവില്ല, മുഴുവൻ പുളിശ്ശേരി ആയി കളയും. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം ചാരായ ഒഴിച്ച് കടി വറക്കുന്ന അയാള്. എന്റെ പൊന്നു വാര്യർ സാറേ, ഈ ചേട്ടത്തിനോട് ഒന്ന് പറ, ഈശ്വരപിള്ള ചേട്ടൻ അഡ്വാൻസ് വാങ്ങിയിട്ടുള്ള കല്യാണ സദ്യക്ക് നടത്തി കൊടുക്കാൻ. ഈ വർമ്മ സാറിന്റെ മോളുടെ കല്യാണം മറ്റന്നാളാ. എടോ, അത് തന്നെയാ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തൊക്കെയായിട്ട് ഉണ്ണിക്ക് ഇങ്ങനെയല്ല അതേ നാല് വരും. ഇയാൾക്ക് അങ്ങോട്ടൊരു ധൈര്യം വരുന്നില്ല. വർമ്മ സാർ പേടിക്കണ്ട, ഈശ്വരപിള്ള ചേട്ടന്റെ സ്ഥാനത്ത് ഉണ്ണിയച്ഛനുണ്ടാവും, ചേട്ടച്ചനുണ്ടാവും. ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്നെ കൂടെ പുകയ്ക്കരുത്. പുകഞ്ഞാലും നമ്മൾ നാറത്തില്ല, അതിലെനിക്ക് ധൈര്യമുണ്ട്. വർമ്മ സാറ് പോയിക്കോ. ഈശ്വരപിള്ള ചേട്ടൻ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ബേജാറാവണ്ട. ഈ ചേട്ടച്ചൻ ഈശ്വരപിള്ള ചേട്ടൻ തന്നെയാ. അതെ, അത് തന്നെയാ കൈപുണ്യം. മക്കളായാൽ ഇങ്ങനെ തന്തയ്ക്ക് പിറക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ മോളെ? ഉണ്ണി, ഉണ്ണി. ആഹാ, ഞാൻ വിളിച്ചൊന്നും ഉണ്ണി കേട്ടില്ലേ? എനിക്ക് പഴയ പോലെ മീരെ ഫേസ് ചെയ്യാൻ വയ്യ. എത്ര നാളായി ഒന്ന് കണ്ടിട്ട്. ഫേസ് ചെയ്യാനാ ഞാൻ വന്നത്. നമുക്കിടയിൽ ഇപ്പോൾ ഒരുപാട് ബാധ്യതകളുണ്ട് മീര. ഈ കുഞ്ഞ്, 1,00,000 രൂപ, പിന്നെ ഞാനിപ്പോൾ ഒരടുപ്പി തീ കൂട്ടാൻ പോവാ. എവിടെയാ? എന്റെ മനസ്സിലാണോ? മോക്ക് പേരിട്ടോ? ഇല്ല, ഞാനൊരെണ്ണം കണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് പഴയ നാടൻ പേരാ ഇഷ്ടം. എനിക്കറിയാം. എന്നാ പറ. മീരാന്നോ? മീനാക്ഷി. മീനാക്ഷി, മീനാക്ഷി കൊള്ളാം, എനിക്കിഷ്ടായി. നമ്മുടെ മോക്കിടാനിരുന്ന പേരാ. മീനാക്ഷി, ഇതാരാ നോക്കി? ഉണ്ണിയുടെ കയ്യിലെ കുഞ്ഞിനെ കാണുമ്പോ എനിക്ക് അസൂയ തോന്നുന്നു.
കുറച്ച് കഴിയുമ്പോ അതിന് ദേഷ്യം. ഉണ്ണി എന്തായി പറയുന്നേ? മീരപ്പയ്ക്കോ? ഉണ്ണി, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല. ഇനി എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞത് അത്ര കാര്യമാക്കുകയും വേണ്ട. ഉണ്ണി അച്ഛനെ ഒന്ന് കാണണം. എന്തിനാ? 1 ലക്ഷമല്ല ഉണ്ണി, 1 ആയുസ്സാ വലുത്. കാണൂ. കാണാം. ചില ഊരാക്കുടുക്കുകളിൽപ്പെട്ട് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ. നമ്മൾ വിചാരിച്ചാൽ ചില കുരുക്കുകളൊക്കെ അഴിക്കാൻ കഴിയും. ഇന്നലെ തന്റെ ചേട്ടനും ഒരു ഭാര്യനും കൂടെ എന്നെ കാണാൻ വന്നിരുന്നു. എന്തിനാണെന്ന് തനിക്ക് ഊഹിക്കാമല്ലോ. അവരോട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ആലോചിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അറിയാതെയാണ് സാർ. അതെനിക്ക് മനസ്സിലായി. അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു കല്യാണത്തെ പറ്റി പെട്ടെന്ന് ആലോചിക്കാൻ പറ്റിയ ഒരവസ്ഥയിലല്ല സാർ ഞാൻ. എനിക്കറിയാം. പക്ഷേ ഞാനും ഉണ്ണിയും വിചാരിച്ചാൽ നമുക്ക് മീരയെ രക്ഷിക്കാം. അച്ഛൻ വന്ന് ചോദിച്ചപ്പോ 1 ലക്ഷം രൂപ ഞാൻ കൊടുത്തത് സ്ത്രീധനമായിട്ടല്ല, ഉണ്ണിയോടുള്ള സോഫ്റ്റ് കോർണർ കൊണ്ട് എനിക്കാവുന്ന ഒരു സഹായം ചെയ്തു. ദാറ്റ്സ് ഓൾ. എന്ന് വെച്ച് അതൊരു കടമായിട്ടോ ബാധ്യതയായിട്ടോ കരുതേണ്ടതില്ല. ഇനിയും തനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും തരാം. തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ മീരയുടെ കാര്യം വരുമ്പോ ഞാൻ സ്വാർത്ഥനാണ്. സെൽഫിഷ് ലൈക്ക് എനിത്തിങ്. ഉണ്ണിയിൽ നിന്ന് ഉണ്ണി തന്നെ അവളെ പിന്തിരിപ്പിക്കണം. നിങ്ങൾക്കിടയിൽ നിങ്ങളുടേതല്ലാത്ത ഒരു കുഞ്ഞുണ്ടെന്നുള്ളത് പ്രോബ്ലമാണ് ഉണ്ണി. യു കാൻ ഡിനൈ ഇറ്റ്. യു കാൻ എസ്കേപ്പ് ഫ്രം ഇറ്റ്. അവൾ കരയുന്നു. അവൾക്ക് ഉണ്ണിയെ വേണം. മീരയ്ക്ക് മറ്റൊരാളെ കിട്ടും. പക്ഷേ അതിന് ഉണ്ണി തന്നെ വിചാരിക്കും. ഞാൻ അവളെ ഒന്ന് എടുക്കട്ടെ. കരയണ്ട കരയണ്ട കരയണ്ട. ഉണ്ണി, ഇതാ രക്തബന്ധം എന്ന് പറയുന്നത്. പറിച്ചെറിയാൻ പറ്റില്ല. അനുജത്തിയോട് നിനക്ക് ഇത്ര ഇഷ്ടമാണെങ്കിൽ ഞാനൊരച്ഛനാണ്. എന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്ക്. എന്റെ നെഞ്ചെടുപ്പ് നിനക്ക് മനസ്സിലാവും. യാചിക്കണമെങ്കിൽ യാചിക്കാം. മീരെ എനിക്ക് വിട്ടുതരണം. എനിക്ക് ഇങ്ങനെ കൂടുതലൊന്നും പറയാനില്ല. പെണ്ണാലോചിക്കാൻ നടക്കുന്ന ബ്രോക്കർ പണിയാണല്ലോ. അത് സ്വന്തം അളിയന്മാർക്ക് വേണ്ടി ചെയ്താൽ മതി. അതിനുവേണ്ടി ഇപ്പൊ കാലം പണിയാ മതി. അല്ല എന്നെ വെറുതെ നന്നാക്കാൻ വേണ്ടി കച്ചേരി നടത്തണ്ട. എടാ പുല്ലേ, ഇതിപ്പോ നിന്നെ ഓർത്തിട്ട് മാത്രമല്ല, ആ കുഞ്ഞിനോട് വേണ്ടിട്ടാ നടക്കുന്നത്. നടക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ റിസ്ക് എടുത്തത്. ഓരോരുത്തരും നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണല്ലോ. ആ ഇഷ്ടമാണ്. പക്ഷെ കേട്ടാ മനസ്സിലെങ്കിലോ. ഓ, അനിയനെ അനിയത്തിയെ സ്നേഹിക്കുന്ന ഒരു കുടുംബ സ്നേഹി കൂടുതൽ സ്നേഹിക്കില്ലേ പെണ്ണുമ്പോൾ എടുത്തിട്ട് ചവിട്ടും. സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തുന്നതാണ് നല്ലത്. രാമകൃഷ്ണൻ ഇപ്പൊ പോ. എടാ, അച്ഛൻ വാങ്ങിച്ച 1 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നീ ആ പെണ്ണിനെ കെട്ടണം. അതാ അതിന്റെ ന്യായം. അല്ലാതെ ഒമ്പയിലെ അഭിമാനവും പൊക്കിപ്പിടിച്ച് കുഞ്ഞിന്റെ പേരും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതേ ശരിക്കും പറഞ്ഞ പോക്കൃത്തരവാ. ഒന്ന് തന്നെ സ്വന്തം ചേട്ടനാ വായി തോന്നുന്നു വിളിച്ചു പറയുന്നത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. താനീ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയി വളർത്ത്. തനിക്ക് വേണ്ടി അച്ഛൻ കടക്കാരനായത്. അത് വീട്ടാൻ ഞാൻ കെട്ടിക്കൊള്ളാം. താനീ കുഞ്ഞിനെ പിടി, കൊണ്ടുപോയി വളർത്ത്. കൊല്ലി. നീ അതിന് കഴിക്കാതെ എന്നോട് തന്നെയുള്ള വെറുപ്പുണ്ട്. ഞാൻ എന്തൊക്കെ പറഞ്ഞു. കണ്ണി ചോരയില്ലാതെ ഓരോന്ന് പറഞ്ഞ ആ ചേട്ടച്ചനെ വിഷമിപ്പിക്കരുത്. ആ കുഞ്ഞെന്ന് വെച്ചാ അയാൾക്ക് ജീവനാ. നമ്മൾ ഈ കല്യാണം ആലോചിച്ചത് തന്നെ തെറ്റ്. ഉണ്ണി എന്തിനാ അച്ഛനോട് കള്ളം പറഞ്ഞത്? കുഞ്ഞിന് നല്ല സുഖമല്ല, എനിക്ക് പോണം. പൊയ്ക്കോ. പക്ഷെ എനിക്കതറിയണം, ഉണ്ണി പറഞ്ഞ വിവാഹം കഴിക്കില്ലെന്ന്. എന്താ ഇപ്പൊ വേണ്ടത്? എനിക്കതറിയണം. പറഞ്ഞോ? പറഞ്ഞു. വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിൽ നേരിട്ട് തന്നെ പറയാം. വിവാഹം കഴിക്കാൻ സാധ്യമല്ലെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ അച്ഛൻ എന്നെ വിലക്കെടുക്കാൻ നോക്ക. പക്ഷെ എനിക്ക് എന്റെ ഈ മീനാക്ഷിയെ വലുത്. നിന്നെ അല്ല ഏത് പെണ്ണെ ഞാൻ കെട്ടിയാലും എനിക്ക് ഇവളെ നഷ്ടപ്പെടും. നിനക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടാവുമ്പോ എന്റെ മീനാക്ഷിയെ വെറുക്കും. ഇവളൊരു ശല്യമായി തീരും. അല്ലെങ്കിൽ തന്നെ നീ എന്നോട് പറഞ്ഞില്ലേ ഇവളെ ചേട്ടന്റെയും ചേട്ടത്തിന്റെ അടുക്കലാക്കാൻ? ഇവൾ എന്റെ കയ്യിലിരിക്കുന്ന കാണുമ്പോൾ നിനക്ക് അസൂയാണെന്ന്. അസൂയ മാത്രമല്ല, ഇപ്പൊ തന്നെ കണ്ടില്ലേ കുഞ്ഞിന് സുഖമില്ല. പക്ഷെ നീ നിന്റെ കാര്യം നോക്കുന്നത്. അപ്പൊ കെട്ടിയാലത്തെ കഥയോ?
എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. ഇനി ഈ കാര്യം പറഞ്ഞ് മീര എന്നെ കാണാൻ വരരുത്. അത് നടക്കില്ല. എനിക്കത് ഇഷ്ടമല്ല. മീനാക്ഷി, ഒടുവിൽ നിനക്ക് വേണ്ടി ഞാനത് പറഞ്ഞു. കാണാൻ വരരുതെന്ന്, വിവാഹം കഴിക്കില്ലെന്ന്.